വഖഫ് ബോർഡിന്റെ ഒരു കുതന്ത്രങ്ങളും യു.പിയിൽ യോഗി ആദിത്യനാഥിന്റെ മുന്നിൽ വിലപ്പോകാറില്ല. വഖഫ് ബോർഡ് ഇതുപോലെ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ പല ഭൂമിയുടെയും കൃത്യമായിട്ടുള്ള രേഖകൾ യോഗി ആദിത്യനാഥ് റവന്യൂ ആക്ട് പ്രകാരം എടുത്തിട്ടുണ്ട്. റെക്കോർഡുകൾ പലതും എടുത്തപ്പോൾ അതിനകത്ത് ഇവർ ക്ലെയിം ചെയ്തിരിക്കുന്നതിൽ ഏകദേശം 40,000-ൽ കൂടുതൽ ഭൂമി ഇവരുടേതല്ല എന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭാലിന്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. സംഭാൽ ജുമാ മസ്ജിദിൽ അവിടെ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള കലാപകാരികൾ കലാപം അഴിച്ചുവിട്ടു. കലാപം അഴിച്ചുവിട്ടതിനു ശേഷം 451 പ്രതികളെ തിരിച്ചറിഞ്ഞു. 53 പേരെ ഇപ്പോൾ തന്നെ ജയിലിലേക്ക് അഴിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ വീടുകൾ പൊളിച്ചു കഴിഞ്ഞു. 91 പേരെ ഇനിയും പിടിക്കാനുണ്ട്. അവർക്കായി കൃത്യമായിട്ടുള്ള തന്ത്രം രൂപീകരിക്കുന്നുണ്ട് പോലീസ്. ഇതൊക്കെ ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള വാർത്ത, ഈ ഷാഹി ജുമാ മസ്ജിദിന്റെ തൊട്ടടുത്ത് ഒരു പോലീസിന്റെ ഒരു പോസ്റ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. പോലീസിന്റെ ഈ പോസ്റ്റ് നിർമ്മാണം ഈ ഷാഹി ജുമാ മസ്ജിദിന്റെ തൊട്ടടുത്ത് നടക്കുമ്പോൾ ഈ പോസ്റ്റ് അവിടെ നിർമ്മിക്കാൻ കഴിയില്ല. കാരണം ഈ പോസ്റ്റ് നിർമ്മിക്കുന്ന ഭൂമി വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് ഒരു പുള്ളിക്കാരൻ രംഗത്തെത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് മുതവല്ലി മുഹമ്മദ് ഖാലിദ് എന്നാണ്. ഇദ്ദേഹം പറയുന്നത് ഈ ഭൂമി എന്റേതാണ്, പോരാത്തതിന് എൻ്റെ മുത്തച്ഛൻ ഇത് 1928-ൽ വഖഫിന് ദാനം ചെയ്ത ഭൂമിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ ഇന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇദ്ദേഹം ഈ ഭൂമി വഖഫിൻ്റേത് അല്ല, ഈ ഭൂമി എൻ്റേതല്ല, ഈ ഭൂമി അത് നഗരസഭയുടേതാണ്, എനിക്കിതിൽ യാതൊരുവിധ ഉടമസ്ഥാവകാശവുമില്ല എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം എഴുതി കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത് എന്നറിയണ്ടേ? യോഗി ആദിത്യനാഥിനോട് ഒരു കളിയും നേരത്തെ തന്നെ വില പോവില്ല എന്ന് ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് വഖഫിൻ്റെ. ഇപ്പോൾ കുംഭമേളയൊക്കെ വഖഫ് ഭൂമിയിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് അവർ രംഗത്തെത്തിയിട്ടുണ്ട്. അത് ഇനി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായിരുന്നാലും യോഗി ആദിത്യനാഥ് ചെയ്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ മുത്തവലി മുഹമ്മദ് ഖാലിദിന്റെ മുത്തച്ഛൻ അബ്ദുൾ സമദിന്റെ പേരിൽ ഈ വഖഫ് ഭൂമി അറിയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 39A എന്ന് പറയുന്ന ആക്ട് പ്രകാരമാണോ ഇത് വഖഫ് ചെയ്തിരിക്കുന്നത് എന്ന് യോഗി ആദിത്യനാഥ് പരിശോധിച്ചു. അതായത് സ്വകാര്യ ഭൂമി മാത്രമേ വഖഫ് ബോർഡിന്, അതായത് തങ്ങൾക്ക് സ്വകാര്യമായുള്ള ഭൂമിയെ വഖഫ് ബോർഡിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ തങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട് ഞാനിത് വഖഫ് ബോർഡിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ സാധിക്കില്ല. തങ്ങൾ അനധികൃതമായി താമസിക്കുന്ന സ്ഥലം, സർക്കാർ ഭൂമി, ശ്മശാനങ്ങൾ, ഇതൊന്നും കൊടുക്കാൻ സാധിക്കില്ല. സ്വകാര്യ ഭൂമിയാണോ എന്ന് പരിശോധിക്കും. അതിൽ തന്നെ ഇത് സ്വകാര്യ ഭൂമി അല്ല എന്ന് തെളിഞ്ഞു. ഇതൊരു നഗരസഭയുടെ ഭൂമിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇയാളുടെ മുത്തച്ഛൻ വഖഫ് ചെയ്തിരിക്കുന്ന സകല ഭൂമികളും പുറത്തെടുത്തിട്ട് പരിശോധിക്കാൻ യോഗി ആദിത്യനാഥ് തീരുമാനിക്കുകയായിരുന്നു. അവിടെയുള്ള SP-യെ ഇതിനായി ചുമതലപ്പെടുത്തി. AIMIM അധ്യക്ഷൻ നമുക്കറിയാം അസദുദ്ദീൻ ഒവൈസി അടക്കം ഈ വിഷയം വന്നപ്പോൾ ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയതാണ്. ഈ മുഹമ്മദ് ഖാലിദ്, മുത്തവലി മുഹമ്മദ് ഖാലിദിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയതാണ്. കണ്ടില്ലേ യോഗി ചെയ്യുന്ന ഈ പാതകം, കൊടും ക്രൂരത എന്നൊക്കെ പറഞ്ഞ് SP, അതായത് സമാജ്വാദി പാർട്ടി അടക്കമുള്ളവർ ഇയാൾക്ക് പിന്തുണയുമായി രംഗത്തെത്തി. 20 പോയിന്റുള്ള ഒരു കത്ത്, രേഖകളുള്ള കത്ത് അവിടെയുള്ള SP-ക്ക് അടക്കം കൊടുത്തതാണ്. സൂപ്രണ്ടന്റ് ഓഫ് പോലീസിനടക്കം കൊടുത്തതാണ്. ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് ഇയാളുടെ സ്വത്തുക്കൾ 39A പ്രകാരം ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തും എന്നാണ് ഇപ്പോൾ SP കൃഷ്ണകുമാർ വിഷ്ണോയ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി മുത്തവലി മുഹമ്മദ് ഖാലിദിന്റെ സകല കാറ്റും പോയി എന്നാണ് കണ്ടു നിന്നവർക്കെല്ലാം മനസ്സിലായത്. ഇയാൾ ഉടനെ തന്നെ സർക്കാരിന്റെ കാൽക്കൽ വീഴുന്നിട്ട് ഒരു സത്യവാങ്മൂലം അങ്ങ് എഴുതി കൊടുത്തു. എനിക്ക് ഈ ഭൂമിയിൽ യാതൊരുവിധ ബന്ധവുമില്ല, 1929-ൽ എൻ്റെ മുത്തച്ഛൻ വഖഫ് ചെയ്തതാണെന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ബഹളമുണ്ടാക്കി. ഇത് നഗരസഭയുടെ ഭൂമി തന്നെയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പൊടിയും തട്ടി സ്ഥലം വിടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതോടുകൂടി ആ കേസ് അവസാനിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.